Good afternoon, friends. Sorry for the delay. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് മൊഡ്യൂൾ, അതായത് നാലാമത്തെ മൊഡ്യൂളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതായത് ബേസിക് മെക്കാനിക്കൽ ആൻഡ് സിവിൽ എഞ്ചിനീയറിംഗിലെ നാലാമത്തെ മൊഡ്യൂളാണ് ഞങ്ങൾ പഠിക്കുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ, BMEയുടെ ഫസ്റ്റ് മൊഡ്യൂൾ. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ തെർമോഡൈനാമിക്സിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. തെർമോഡൈനാമിക്സ് എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ +2 പഠിക്കുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട്. തെർമോഡൈനാമിക്സ് എന്ന ടേം ചിലപ്പോൾ നിങ്ങൾ കേട്ട് കാണാൻ സാധ്യതയില്ലായിരിക്കാം, പക്ഷേ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. ഫിസിക്സിലായാലും സയൻസിലായാലും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തെർമോഡൈനാമിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടോപ്പിക്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്കൽ സയൻസ് ദാറ്റ് ഡീൽ വിത്ത് ദ റിലേഷൻ ബിറ്റ്വീൻ ഹീറ്റ് ആൻഡ് അതർ ഫോം ഓഫ് എനർജി. ഹീറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫോം ഓഫ് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ഫിസിക്കൽ സയൻസിനെ പറയുന്ന പേരാണ് എന്ത്, തെർമോഡൈനാമിക്സ് എന്ന് പറയും. അപ്പോൾ തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷനാണ് നമ്മൾ നിത്യജീവിതത്തിൽ പലയിടത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഹ്യൂമൻ ബോഡിയുടെ ടെമ്പറേച്ചർ ബാലൻസിങ്, നമുക്കിപ്പം എയർ കണ്ടീഷൻ സിസ്റ്റംസ്, എയറോപ്ലെയിൻസ്, അതിൻ്റെ ഇന്ധനം കത്തുന്നതിൻ്റെ പ്രഷർ അനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ത്രസ്റ്റിലേക്ക് മൂവ് ആവുന്നത്. റെഫ്രിജറേഷൻ സിസ്റ്റം, അതുപോലെ തന്നെ പവർ പ്ലാന്റ്, കാർ, റേഡിയേറ്റേഴ്സ് തുടങ്ങിയ എല്ലായിടത്തും നമ്മൾ എന്തിനകത്ത് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്, തെർമോഡൈനാമിക്സിൻ്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഇനി പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം എന്താണെന്നും സറൗണ്ടിങ് എന്താണെന്നതിനെ പറ്റി നമുക്ക് എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പോൾ സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണ്. ഇപ്പം നമ്മുടെ ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വീട് നിൽക്കുന്നു, നമ്മൾ ആ വീടിനകത്തിരിക്കുകയാണ്. അപ്പം നമ്മളുടെ വീടാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ വീടിന് ചുറ്റുമുള്ളതിന് എന്തെന്ന് പറയും, സറൗണ്ടിങ് എന്ന് പറയും. അപ്പോൾ നമ്മളുടെ വീടും നമ്മളുടെ സറൗണ്ടിങ്ങും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി ആണെന്ത്, നമ്മളുടെ വീടിൻ്റെ ചുമര്. അപ്പോൾ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മളുടെ തെർമോഡൈനാമിക്സ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് ഒരു ഫിക്സഡ് ഏരിയയിലായിരിക്കും, അല്ലെങ്കിൽ ഒരു റീജിയനിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ എൻ്റയർ സിസ്റ്റങ്ങളുടെ വർക്ക് നടക്കുന്നത്. ആ ഇതിനെ പറയുന്ന പേരാണ് എന്ത്, സിസ്റ്റം എന്ന് പറയും. സിസ്റ്റത്തിന് ചുറ്റുമുള്ള ബാക്കിയുള്ള പാർട്സുകളെ നമ്മൾ എന്തെന്ന് പറയുന്നു, സറൗണ്ടിങ് എന്ന് പറയുന്നു. അപ്പം സിസ്റ്റവും സറൗണ്ടിങ്ങും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ഒരു ബൗണ്ടറി ലെയറിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ഒരു ബൗണ്ടറി, അല്ലെങ്കിൽ ആ ഒരു സർഫസ് ഏരിയയെ പറയുന്ന, അല്ലെങ്കിൽ ആ ഒരു റീജിയനെ പറയുന്ന പേരാണ് എന്ത്, ബൗണ്ടറി എന്ന് പറയും. ഓക്കെ, ഇനി സിസ്റ്റം തന്നെ പല ടൈപ്പ് സിസ്റ്റം ഉണ്ട്. ഓപ്പൺ സിസ്റ്റം ഉണ്ട്, ക്ലോസ്ഡ് സിസ്റ്റം ഉണ്ട്, ഐസൊലേറ്റഡ് സിസ്റ്റം ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ഫ്ലാസ്ക്, അതിനകത്തുനിന്ന് ചൂടിനെ പുറത്തേക്ക് കളയുന്നില്ല, അതുപോലെ തന്നെ നമ്മളുടെ എന്ത് കളയുന്നില്ല, അതിനകത്തുള്ള കണ്ടൻറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, റിമൂവ് ചെയ്ത് കളയുന്നില്ല. അപ്പം അങ്ങനത്തെ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് എന്ത്, ഐസൊലേറ്റഡ് സിസ്റ്റം. അതിനകത്തിരിക്കുന്ന മാറ്റർ കളയുന്നില്ല, അതുപോലെ തന്നെ അതിനകത്തുള്ള എനർജി കൺവേർഷനും ചെയ്യുന്നില്ല. അങ്ങനത്തെ സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് എന്ത്, ഐസൊലേറ്റഡ് സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഓപ്പൺ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒന്നെങ്കിൽ നമ്മൾ അതിൻ്റെ വോളിയം നമ്മൾ കീപ്പ് ചെയ്യുന്നു, അതിനകത്ത് എനർജി നമ്മൾ എന്ത് ചെയ്യുന്നു, ലോസ് ചെയ്യുന്നു. ഓക്കെ, ആ വോളിയം അവിടെ തന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും, കെപ്റ്റായിട്ടിരിക്കും. അടുത്തതെന്ന് പറയുന്നത് ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിന് നമ്മൾ അവിടെ തന്നെ ഇരിക്കും, എനർജി എന്തുകൊണ്ടിരിക്കും, ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, അതിനെ പറയുന്നതാണ് എന്ത്, ക്ലോസ്ഡ് സിസ്റ്റം എന്ന്. ഐസൊലേറ്റഡ് സിസ്റ്റം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം. ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല ടൈപ്പ് സ്റ്റേറ്റുകൾ പറഞ്ഞിട്ടുണ്ട്. ലിക്വിഡ് സ്റ്റേറ്റ്, സോളിഡ് സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റ്. ഇത് എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സിസ്റ്റം നിലനിൽക്കണമെങ്കിൽ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. അതിൻ്റെ പ്രഷറുണ്ട്, അതിൻ്റെ വോളിയമുണ്ട്, അതിൻ്റെ ടെമ്പറേച്ചറുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്തുകൊണ്ടിരിക്കുന്നു, ആ സിസ്റ്റത്തിൻ്റെ പാർട്ടായിട്ട് വരുന്ന എല്ലാത്തിനെയും എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഒരു സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനകത്ത് എന്ത് വേണം, കുറേ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ആ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ വരുന്നതാണ് എന്ത്, പ്രഷർ, വോളിയം, ടെമ്പറേച്ചർ. അപ്പം ഈ സിസ്റ്റത്തിൻ്റെ ഓരോ പ്രോപ്പർട്ടീസ് ഞാൻ പറഞ്ഞു, പല ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിസ്റ്റം എന്ത് ചെയ്യത്തുള്ളൂ, വിത്ത്സ്റ്റാൻഡ് ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ നമ്മളിപ്പം ലിക്വിഡായിട്ടിരിക്കുന്ന സാധനത്തെ നമ്മൾ ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി അവിടെ എന്ത് കൂടുന്നു, ആ ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്, അത് വേപ്പറായിട്ട് മുകളിലേക്ക് പോകുന്നു. അപ്പോൾ അതിൻ്റെ വോളിയം കുറയാൻ സാധ്യതയുണ്ട്, അവിടുത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രഷർ കുറയാൻ സാധ്യതയുണ്ട്. അപ്പം ആ സിസ്റ്റം അവിടെ നിൽക്കുന്നത് കൊണ്ട്, അപ്പോൾ ടെമ്പറേച്ചറിൽ നിന്ന് നമ്മളിപ്പോൾ അതിനെ വെള്ളത്തെ ചൂടാക്കി എന്താക്കി മാറ്റുന്നു, വേപ്പറാക്കി മാറ്റുന്നു. അപ്പം സിസ്റ്റം എ എന്ന് പറയുന്നതാണ് നമ്മളുടെ വെള്ളമെങ്കിൽ, സിസ്റ്റം ബി എന്ന് പറയുന്നതാണ് നമ്മളുടെ എന്തെന്ന് പറയുന്നത്, നീരാവി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചൂടുവെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ സിസ്റ്റം എ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലിക്വിഡും, സിസ്റ്റം ബി എന്ന് പറയുന്നത് ഒരു ഗേഷ്യസ് ഫോം, അല്ലെങ്കിൽ സിസ്റ്റം എ എന്ന് പറയുന്നത് ഒരു ഖരമോ അല്ലെങ്കിൽ സോളിഡ്, സിസ്റ്റം ബി എന്ന് പറയുന്നത് ലിക്വിഡ് ഒന്നും ആയിക്കോട്ടെ.
നമ്മളൊരു സോളിഡിനെ മെൽറ്റ് ചെയ്യിക്കുകയാണ്. സോളിഡിനെ മെൽറ്റ് ചെയ്യിക്കുമ്പോൾ അതിനകത്ത് സോളിഡ് ക്യൂബിലായിരിക്കും ഇരിക്കുന്നത്. ആ ക്യൂബിനെ മെൽറ്റ് ചെയ്യുമ്പോൾ അവിടുത്തെ അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറും മൂലം അതിനകത്ത് എന്തുണ്ടെന്നുണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും പ്രഷറിലും വോളിയത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അതിനെ പറയുന്ന പേരാണെന്ത് പ്രോസസ്സ് എന്ന് പറയും. അതായത് ഒരു രൂപത്തിലിരിക്കുന്ന സാധനത്തെ മറ്റൊരു രൂപത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെ മറ്റൊരു സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെ പറയുന്ന പേരാണെന്ത് പ്രോസസ്സ് എന്ന് പറയും. അപ്പോൾ നോക്കിയാൽ നമ്മുടെ ഫിഗർ സിസ്റ്റം എയിൽ അവിടുത്തെ പ്രഷർ വോളിയം ടെമ്പറേച്ചർ P1 V1 T1 ആണ്. ആ സിസ്റ്റത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്തു അടുത്ത സിസ്റ്റമായിട്ട് കൺവേർട്ട് ചെയ്തു. ആ സിസ്റ്റത്തെ പറയുന്ന പേര് സിസ്റ്റം ബി. അവിടുത്തെ പ്രഷർ നോക്കിയാൽ P2 V2 T2. അപ്പോൾ സിസ്റ്റം എയിൽ നിന്ന് സിസ്റ്റം ബിയിലേക്ക് കൺവേർഷൻ നടന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ പറയുന്ന പേരാണ് എന്ത് പ്രോസസ്സ് എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് രണ്ട് ടൈപ്പ് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇൻറ്റൻസീവ് പ്രോപ്പർട്ടീസും എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസും. ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ് ആണ്. എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡ് ഓഫ് മാസ് ആണ്. ആ പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് മാസ്, എക്സ്റ്റെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡൻറ്റ് ഓഫ് മാസ്. ഓക്കെ, അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ് പല പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. മാസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അതുപോലെ തന്നെ മാസിനുമായിട്ട് ബന്ധപ്പെട്ട് വരാത്തത്. ഓക്കെ, നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു നമ്മളുടെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. അതിനകത്ത് പ്രൈമറി ക്വാണ്ടിറ്റീസ് ഉണ്ട്, സെക്കൻഡറി ക്വാണ്ടിറ്റി ഉണ്ട്. പ്രൈമറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസ് ആണ്, മറ്റേ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഡിറൈവ് ചെയ്തിട്ട് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ഉണ്ടാകുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇക്വിലിബ്രിയം കണ്ടീഷൻ. ഒരു വസ്തു ഭൂലോകത്ത് അല്ലെങ്കിൽ ഒരു വസ്തു ഒരു പ്രദേശത്ത് അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് വിസ്റ്റാൻഡ് ചെയ്യണമെങ്കിൽ അത് കുറച്ച് പ്രോപ്പർട്ടീസ് അത് എന്ത് ചെയ്യണം, അത് എപ്പോഴും ഇതായിട്ട് നിൽക്കണം. അതായത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിന്നാൽ മാത്രമേ അതിനെ നമുക്ക് എന്ന് പറയാൻ പറ്റൂ ഇക്വിലിബ്രിയം കണ്ടീഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൈക്കിൾ ചവിട്ടുമ്പോൾ നമ്മൾ ആ സിസ്റ്റം നമ്മൾ ബാലൻസ്ഡ് ആയാൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ ആ സൈക്കിൾ ചവിട്ടി പോകാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും താഴേക്ക് വീഴും. ഓക്കെ, ഇൻ ദ കേസ് ഓഫ് ബൈക്ക് ആയാലും അല്ലെങ്കിൽ സ്കൂട്ടർ ആയാലും നമ്മൾ ആ ഒരു ബാലൻസ് കീപ്പ് ചെയ്താൽ അതായത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ എത്തിച്ചേർന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ആ ബാലൻസ്ഡ് ആയിട്ട് പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ പല ടൈപ്പ് ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ട്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, തെർമൽ ഇക്വിലിബ്രിയം ഉണ്ട്, ഫിസിക്കൽ ഇക്വിലിബ്രിയം ഉണ്ട്, അതിൻ്റെ ഫേസ് ഇക്വിലിബ്രിയം ഉണ്ട്. മെക്കാനിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ അൺബാലൻസ്ഡ് ഫോഴ്സുകൾ അതിനകത്ത് എന്ത് ചെയ്യുന്നില്ല ആക്ട് ചെയ്യുന്നില്ല. തെർമൽ ഇക്വിലിബ്രിയം എന്ന് വെച്ചാൽ റിലേറ്റഡ് ടു ടെമ്പറേച്ചറാണ്. കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡ് അപ്പോൺ ദ കെമിക്കൽ പ്രോപ്പർട്ടീസ്. ഫേസ് ഇക്വിലിബ്രിയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് ഉണ്ടാകുന്ന ആറ്റത്തിൻ്റെ ചേഞ്ച് അനുസരിച്ച് അത് എന്ത് ചെയ്യുന്നു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് വരുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു പ്രോസസ്സ് എന്ന് പറഞ്ഞപ്പോൾ സിസ്റ്റം എയിൽ നിന്ന് സിസ്റ്റം ബിയിലേക്കുള്ള ട്രാൻസ്ഫോർമേഷനെ പറയുന്ന പേരാണ് എന്ത് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അത് ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ചേഞ്ച് ഉണ്ടാകുന്നതിനെ പറയുന്ന പേരാണ് എന്ത് പ്രോസസ്സ് എന്ന് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത് പ്രോസസ്സ് എന്ന് പറയും. ഓക്കെ, ഇനി പ്രോസസ്സ് തന്നെ രണ്ട് ടൈപ്പ് പ്രോസസ്സ് ഉണ്ട്, റിവേഴ്സിബിൾ പ്രോസസ്സും ഇറിവേഴ്സിബിൾ പ്രോസസ്സും. നമുക്കറിയാം റിവേഴ്സിബിൾ എന്താണ് ഇറിവേഴ്സിബിൾ എന്താണ്. നോക്കി നമ്മളുടെ ഈ ഫിഗറിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ഫിഗർ ശ്രദ്ധിക്കുക. ഫസ്റ്റ് ഫിഗറിനകത്ത് നമ്മൾ 1-ൽ നിന്ന് 2-ലേക്ക് പോവുകയാണ്, അല്ലെങ്കിൽ 1-ൽ നിന്ന് 2-ലേക്ക് പോവുകയാണ്. ഇത് റിവേഴ്സിബിൾ പ്രോസസ്സ് ആകണമെങ്കിൽ ആ 2-ൽ നിന്നും തിരിച്ചെന്തിലേക്ക് തന്നെ വരണം 1-ലേക്ക് തന്നാൽ മാത്രമേ അതിനെ എന്തെന്ന് പറയത്തുള്ളൂ റിവേഴ്സിബിൾ പ്രോസസ്സ് എന്ന് പറയത്തുള്ളൂ. ഇല്ലെങ്കിൽ 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്ന ഒരു പാത്ത്, അത് അടുത്ത പാത്ത് നോക്കി ഒരു ബ്രൗൺ കളറിൽ 1-ൽ നിന്ന് 2-ലേക്ക് പോകുന്ന വേറൊരു പാത്ത്. ഈ രണ്ട് പാത്തും ഡിഫറെൻ്റ് ആണ്. അതായത് ഫസ്റ്റ് പാത്ത് പച്ച കളർ റെപ്രസെൻ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് റിവേഴ്സിബിൾ ആണ്, പോയ അതേ വഴി തന്നെ എന്ത് ചെയ്യും തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. റിവേഴ്സിബിൾ ആണെങ്കിൽ എന്ത് ചെയ്യണം ഡോട്ടർ ലൈനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ പോയ വഴി അത് തന്നെ അങ്ങ് പോവുകയും ചെയ്യും, തിരിച്ച് വരത്തില്ല. അതിനെയാണെന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ എന്ന് പറയുന്നത്. അപ്പോൾ റിവേഴ്സിബിൾ ഇറിവേഴ്സിബിൾ എന്ന് നമ്മൾ ഇലാസ്റ്റിക് വലിച്ചിട്ട് നമ്മൾ തിരിച്ച് വിടുമ്പോൾ ഇലാസ്റ്റിക് വലിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യുമ്പോൾ എന്താണ് തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നു. അതിനെ പറയുന്ന പേരാണ് എന്ത് റിവേഴ്സിബിൾ എന്ന് പറയും. നമ്മളൊരു പ്ലാസ്റ്റിക് കവർ പിടിച്ച് വലിച്ചിട്ട് നമ്മളുടെ ലോഡ് റിമൂവ് ചെയ്ത് കഴിയുമ്പോൾ അതൊരിക്കലും എന്ത് ചെയ്യത്തില്ല തിരിച്ച് അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് വരുന്നില്ല. അതിനെ എന്തെന്ന് പറയുന്നു ഇറിവേഴ്സിബിൾ പ്രോസസ്സ് എന്നും പറയുന്നു. ഓക്കെ, ഇനി നമുക്ക് പഠിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് ഓഫ് ഇറിവേഴ്സിബിലിറ്റി, ഫ്രിക്ഷൻ, കെമിക്കൽ, വിസ്കോസിറ്റി, ഇൻഇലാസ്റ്റിക്, ഇലക്ട്രിക് റെസിസ്റ്റൻസ്, അൺറെസ്ട്രിക്റ്റഡ് എക്സ്പാൻഷൻ, മിക്സിംഗ് ഓഫ് ടു ഫ്ലൂയിഡ്സ്. ഇതെല്ലാം നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. നമുക്ക് അത്രയും ഡെപ്തിൽ വേണ്ട, ജസ്റ്റ് റീകോൾ ചെയ്യുക നിങ്ങൾ.
ഇനി പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റം മറ്റൊരു സിസ്റ്റത്തിലേക്ക് പോയിട്ട് ചേഞ്ച് ഉണ്ടാകുമ്പോൾ, അപ്പോൾ ഒരു സിസ്റ്റം ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അത് പോകുന്നതെന്ന് പറയുന്ന ഒരു കണ്ടിന്യൂസ് വഴി അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂസ് ലെയറിനെ ബേസ് ചെയ്താണ്. ഈ ലെയർ ഓഫ് ബേസിനെ പറയുന്ന പേരാണെന്ത്? പാത്ത് എന്ന് പറയും. അപ്പോൾ ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ അത് പോകുന്നതെന്ന് വെച്ചാൽ ഒരു ഫിക്സഡ് ലൈനെ ബേസ് ചെയ്താണ് പോകുന്നത്, അല്ലെങ്കിൽ ഫിക്സഡ് പ്രോസസ്സിനെ ബേസ് ചെയ്താണ് ഇത് പോകുന്നത്. അതിനെ പറയുന്ന പേരാണെന്ത്? പാത്ത് എന്ന് പറയും. ഓക്കെ, അങ്ങനത്തെ നമ്മൾ എന്താ പറയുക, പാത്ത് ഫംഗ്ഷൻ എന്നും പറയാറുണ്ട്. ഇനി പാത്ത് ആൻഡ് പോയിന്റ് ഫംഗ്ഷൻ. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വഴിയിൽ നിന്ന് ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് അതിനെന്ത് ചെയ്യാം, ഒരു ഫിക്സഡ് വേയിലാണ് അതെന്ത് ചെയ്യുന്നത്, മൂവ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നു? പാത്ത് ഫംഗ്ഷൻ എന്ന് പറയുന്നു. പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റത്തിൽ നിന്ന് അതെന്ത് ചെയ്യുന്നു, എങ്ങനെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അടുത്ത സിസ്റ്റത്തിലേക്ക് എത്താൻ പറ്റും. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാക്സി പല മെത്തേഡുകൾ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രോബ്ലം ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ പല മെത്തേഡ് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് നമുക്ക് എന്തായിരിക്കണം, ഒന്നായിരിക്കണം അല്ലേ. അപ്പം ഒരു സാധനത്തെ നമ്മൾ ഡിവൈഡ് ചെയ്തു അല്ലെങ്കിൽ അതിനെ മൾട്ടിപ്പിൾ ചെയ്തു നമുക്ക് കിട്ടുന്ന വഴിയും അതുപോലെ തന്നെ പെട്ടെന്ന് അടുത്ത പോയിന്റിലേക്ക് നമ്മൾ കിട്ടുന്ന വഴി എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പം നമുക്കിടെ ഈ പാത്ത് ഫംഗ്ഷൻ്റെയും പോയിന്റ് ഫംഗ്ഷൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുന്ന ഒരു ഫിക്സഡ് പ്രോസസ്സ് വഴിയാണെങ്കിൽ അതിനെ എന്ത് പറയും, പാത്ത് എന്ന് പറയും. ഫസ്റ്റിൽ നിന്ന് നമുക്ക് ഈ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തിപ്പെടുക അത് മാത്രമാണ് നമ്മുടെ എയിമെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു, പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നു. അതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, മാർഗം ബാധകമല്ല, എങ്ങനെയും എന്തിലേക്ക് എത്തുക, ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എത്തുക. അതാണെന്ന് പറയുന്നത് പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. പാത്ത് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതിൻ്റെ വേ ഓഫ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫിക്സഡ് ആണ്. ഓക്കെ, ഇനി അടുത്തത് സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സൈക്ലിക് എന്താ റൗണ്ടാണ്, ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് തന്നെ എന്ത് ചെയ്യുന്നു, തിരിച്ചെത്തുന്നു. അതിനെയാണെന്ന് പറയുന്നത് സൈക്ലിക് പ്രോസസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇനിഷ്യൽ പ്രോസസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പല പ്രോസസ്സുകളിലൂടെ കടന്ന് അത് അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ എത്തുകയാണെങ്കിൽ ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയും. ഓക്കെ, ഒരിടത്തുനിന്ന് തുടങ്ങി അതേ എൻഡ് പോയിന്റിൽ തന്നെ വന്ന് അവസാനിക്കുന്നെങ്കിൽ അതിനെ എന്തെന്ന് പറയുന്നു, സൈക്ലിക് പ്രോസസ്സ് എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇതിനെ വേറൊരു രീതിയിൽ പറയുന്നു, തെർമോഡൈനാമിക്സ് പാത്തിനെ വേറെ രീതിയിൽ പറയുന്നു, ക്ലോസ്ഡ് ലൂപ്പ് ഫോം എന്ന് പറയും. ഓക്കെ, ഇനി തെർമോഡൈനാമിക്സിന് നമുക്ക് 3 ലോസുകൾ അല്ല 4 ലോസുകളാണുള്ളത്. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് എന്താണ്, 0th ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം ഫസ്റ്റ് ലോ എന്താ, ഒന്നെന്ന് പറയാനല്ലേ. 0th ലോ ആണ് അവരുടെ ഫസ്റ്റ് ലോ. അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ ലോ എന്ന് പറയുന്നത് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ആൻഡ് തേർഡ് ലോ. അപ്പം തെർമോഡൈനാമിക്സിൽ 4 ലോസ് ആണുള്ളത്. 0th, ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് മോസ്റ്റ് പ്രോബബ്ലി കോമൺ ആയിട്ട് ഉപയോഗിച്ച് വിടുന്നില്ല, എൻട്രോപ്പിയുടെ ആണ്. നമുക്ക് മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 0th, ഫസ്റ്റ്, സെക്കൻഡ് ലോ ആണ്. അപ്പോൾ 0th ലോ എന്ന് പറഞ്ഞ കാര്യം ഇപ്പം നോക്കി, നിങ്ങളുടെ ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു TA, TB, TC 3 സ്റ്റേജിലുള്ള ടെമ്പറേച്ചർ, ABC എന്ന് പറയുന്ന 3 സ്റ്റേജ്. ഈ 3 സ്റ്റേജിലുള്ള ടെമ്പറേച്ചറാണ് TA, TB, TC എന്ന് പറയുന്നത്. അപ്പോൾ നോക്കി, ടിഎയും TBയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിലും ടിഎയും TCയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ TBയും TCയും തമ്മിൽ എന്തായിരിക്കും, തെർമൽ ഇക്വിലിബ്രിയം ആണെന്നാണ് എന്ത് പറയുന്നത്, നമ്മളുടെ 0th ലോ പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ടെമ്പറേച്ചർ മെഷർ ചെയ്യാൻ നമ്മളുടെ ഇതിൽ തെർമോമീറ്റർ വെക്കുമായിരുന്നു, നമുക്കറിയാമല്ലോ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ. അപ്പോൾ ആ തെർമോമീറ്ററിന് എന്ന് പറയുന്നത് എന്തിൻ്റെ ടെമ്പറേച്ചറാണ്, ഒരു അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിലാണ് അത് എന്ത് ചെയ്യുന്നത്, വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ ബോഡി ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. അപ്പോൾ അറ്റ്മോസ്ഫിയർ ടെമ്പറേച്ചറിലുള്ള സാധനത്തെ എടുത്ത് നമ്മളുടെ വായിൽ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന സലൈവയിലെ വേരിയേഷൻ അനുസരിച്ച് അവിടെ ഉണ്ടാകുന്ന ടെമ്പറേച്ചർ റിഫറൻസിൽ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആദ്യം കാണിക്കുന്ന റീഡിങ് നമുക്ക് എന്ത് കാണിക്കാൻ പറ്റും, നമ്മളുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ ആണെന്ന് കാണിക്കാൻ പറ്റും. അപ്പോൾ 0th ലോ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എയും ബിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയോ, ബിയും സിയും തമ്മിൽ തെർമൽ ഇക്വിലിബ്രിയം ആണെങ്കിൽ എയും സിയും തമ്മിൽ എന്താണ്, തെർമലി ഇക്വിലിബ്രിയമാണ്. ഇതാണെന്ന് പറയുന്നത് 0th ലോ പറയുന്നത്. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറേ ഗ്യാസസ് ലോസും ഉണ്ട്. ചാൾസ് ലോ, ബോയ്ൽസ് ലോ, ബോർഷ്യസ് ലോ. ഓക്കെ, ചാൾസ് ലോ അറിയാം, നിങ്ങൾക്കറിയാം പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ പ്രഷർ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം ആണ്. ചാൾസ് ലോ പറയുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ വോളിയം ഈസ് പ്രൊപ്പോർഷണൽ ടു ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. ബോർഷ്യസ് ലോ എന്ന് പറയുന്നത് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാവുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ്, ഗ്യാഷ്യസ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻസ് PV
ഈസ് ഈക്വൽ ടു MRT. ഹിയർ P പ്രഷർ, V വോളിയം, M എന്ന് പറയുന്നത് മാസ്, R എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഗ്യാസ് കോൺസ്റ്റൻറ്റ്, T ടെമ്പറേച്ചർ. നോർമൽ കേസുകളിൽ ഫോർ എയറിൻ്റെ R വാല്യൂ എന്ന് പറയുന്നത് 287 ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഹീറ്റ്. തെർമോഡൈനാമിക്സിന് മെയിനായിട്ട് വരുന്ന പാർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഹീറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാത്തിൻ്റെയും സ്റ്റഡി, എല്ലാ സിസ്റ്റത്തിൻ്റെയും സ്റ്റഡിയെ പറയുന്ന പേരാണ് എന്ത്, തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പം ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ it is defined as the form of energy that is transferred between two systems by virtue of a temperature difference. രണ്ട് സിസ്റ്റത്തിനകത്തുണ്ടാകുന്ന എനർജി ട്രാൻസ്ഫറിനെ അതിനെ ഒരു വിർച്വൽ ഓഫ് ടെമ്പറേച്ചർ ഡിഫറൻസ് അപേക്ഷിച്ചുള്ള ഒരു വിർച്വൽ ഫോമിനെ പറയുന്ന പേരാണ് എന്ത്, ഹീറ്റ് എന്ന് പറയുന്നത്. ഹീറ്റ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ 3 മെക്കാനിസമാണ് ഉപയോഗിക്കുന്നത്: കണ്ടക്ഷൻ, കൺവെൻഷൻ, റേഡിയേഷൻസ്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി വർക്ക്, ഒരു പ്രവൃത്തി ചെയ്തു എന്ന് പറയുന്നതിനാണ് എന്ന് പറയുന്നത് വർക്ക് എന്ന് പറയുന്നത്. അതായത് ഞാനിപ്പോൾ ഒരു വസ്തുവിനെ തെള്ളുകയാണെങ്കിൽ ആ വസ്തു മൂവ് ആവുകയാണെങ്കിൽ അവിടെ എന്ത് നടന്നു എന്ന് പറയാം, വർക്ക് നടന്നു എന്ന് പറയാം. വർക്ക് ഈസ് ദ എനർജി ട്രാൻസ്ഫർ അസോസിയേറ്റഡ് വിത്ത് എ ഫോഴ്സ് ആക്ടിങ് ത്രൂ എ ഡിസ്റ്റൻസ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റിലേറ്റഡ് ടു കൺസർവേഷൻ ഓഫ് എനർജി ലോയാണ്. അതറിയാം, എനർജിയെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റത്തില്ല, അതിനെ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, സാധിക്കത്തുള്ളൂ. അതാണ് എന്ത് പറയുന്നത്, ഫസ്റ്റ് ലോ പറയുന്നത്. സെക്കൻഡ് ലോ പറയുന്നത് പറഞ്ഞാൽ 2 സ്റ്റേറ്റ്മെൻറ്റാണ് സെക്കൻഡ് ലോ പറയുന്നത്: കെൽവിൻസ് പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റും കോഷി സ്റ്റേറ്റ്മെൻറ്റും. കെൽവിൻസ് പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിലുള്ള ഒരു വസ്തുവിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, 100% എഫിഷ്യൻസി തരാൻ പറ്റില്ല. അപ്പോൾ എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ? എഫിഷ്യൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനൊരു ബൈക്ക് വാങ്ങി ഞാൻ അതിനകത്ത് 70 രൂപയ്ക്ക് പെട്രോൾ അടിച്ചു. അപ്പോൾ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ 1 ലിറ്റർ പെട്രോൾ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100 കിലോമീറ്റർ ഓടും എന്നാണ് നമുക്ക് കമ്പനിക്കാർ പറയുന്ന വാഗ്ദാനം. അപ്പോൾ നമ്മുടെ ഔട്ട്പുട്ട് നമുക്ക് അറിയാൻ മനസ്സിലായി എത്രയാണ്, 100 കിലോമീറ്റർ ഓടും എന്നുള്ളതാണ്. പക്ഷേ നമുക്ക് അത്രയും കിട്ടിയില്ല, നമ്മുടെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് അത്രയും കിട്ടിയില്ല. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഒരു ഡിവൈസ്, കിട്ടുന്ന ഔട്ട്പുട്ട് വേറെ ഡിവൈസ്. അപ്പോൾ ആ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ റേഷ്യോനെ പറയുന്ന പേരാണ് എന്ത്, എഫിഷ്യൻസി. ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ എന്ന് പറയുന്നതാണ് എന്ത്, എഫിഷ്യൻസി അല്ലേ. അപ്പോൾ കെൽവിൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എത്ര ഇൻപുട്ട് കൊടുക്കുന്നോ അത്രയും തന്നെ ഔട്ട്പുട്ട് ഒരിക്കലും നമുക്ക് എന്ത് കിട്ടത്തില്ല, തിരിച്ച് കിട്ടത്തില്ല. അതിനെയാണെന്ന് പറയുന്നത് കെൽവിൻസ് പ്ലാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. സെക്കൻഡ് കോഷി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു എക്സ്റ്റേണൽ ഡിവൈസ് ഇല്ലാതെ ഒരു രീതിയിലുണ്ടാകുന്ന എനർജി ട്രാൻസ്ഫറും നടക്കത്തില്ല. ഫോർ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തെ നമ്മൾ ചൂടാക്കുന്നു. അപ്പം വെള്ളം ഒരു എക്സ്റ്റേണൽ സോഴ്സ് ഉപയോഗിച്ചാൽ മാത്രമേ എന്തായിട്ട് മാറത്തുള്ളൂ, ചൂടുവെള്ളമായിട്ട് മാറത്തുള്ളൂ. അപ്പോൾ ചുമ്മാ ഇരുന്നുകൊണ്ട് അത് എന്താകത്തില്ല, ചൂടുവെള്ളം ആകത്തില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് പറയാം എന്താ, വെള്ളം പുറത്തിരിക്കുമ്പോൾ അതെന്താ ചൂടാവുന്നല്ലോ. അത് എന്തിൻ്റെ സഹായത്തോടെ, സൂര്യൻ്റെ ചൂട്. അപ്പോൾ അത് എക്സ്റ്റേണൽ ഡിവൈസ് അല്ലേ. അപ്പോൾ ആ എക്സ്റ്റേണൽ ഡിവൈസിൻ്റെ ചൂടുണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു ലോ ടെമ്പറേച്ചർ ബോഡിയെ ഹൈ ടെമ്പറേച്ചർ ബോഡിയായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് വരുന്നതാണെന്ന് പറയുന്നത് കോഷ്യസ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെർമോഡൈനാമിക്സ് പ്രോസസ്സുകളാണ്. നിങ്ങൾക്കറിയാം, കോൺസ്റ്റൻറ്റ് പ്രഷർ പ്രോസസ്സിനെ നമ്മളെന്ന് പറയുന്നു ഐസോബാറിക്. കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ ആണെങ്കിൽ അതിനെന്താ ഐസോതെർമൽ. കോൺസ്റ്റൻറ്റ് വോളിയമാണ് ഐസോകോറിക്. ത്രോട്ടൽ പ്രോസസ്സ്, ഫ്രീ എക്സ്പാൻഷൻ, പോളിട്രോപ്പിക്, ഐസെൻട്രോപ്പിക് പ്രോസസ്സ്, അഡിയാബാറ്റിക് പ്രോസസ്സ്. ഇതെല്ലാം നിങ്ങൾ ജസ്റ്റ് റെഡി ചെയ്യുക, നിങ്ങൾക്കത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, വോളിയം എന്തായിരിക്കും, കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള വേരിയേഷൻസും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഇതൊന്ന് ത്രൂ ഔട്ട് സ്റ്റഡി ചെയ്യുക. ഇനി നമുക്ക് മെയിനായിട്ട് പഠിക്കേണ്ടത്, നമുക്ക് ഈ മോഡ്യൂൾ പഠിക്കേണ്ടതെന്ന് പറയുന്നത്, ഈ ബാക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഈ മോഡ്യൂളിലെ സാധനങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. പഠിക്കാനുള്ളതെന്ന് വെച്ചാൽ തെർമോഡൈനാമിക്സ് സൈക്കിളാണ് നമുക്ക് പഠിക്കാൻ ഉള്ളത്.